ചിരിച്ചും കളിച്ച് 40 വർഷം കടന്നു പോയത് അറിഞ്ഞില്ല. ഇനി ഇന്ന് നമ്മുടെ 40ാമത്തെ വിവാഹ വാർഷികമാണ്. ഇനി എത്ര കാലം ഈ ഭൂമിയിൽ ഉണ്ടാവോ? അങ്ങനെ പറയില്ല അച്ചായ. മരണത്തിന് പോലും അച്ചായനെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല. നിനക്ക് എന്നോടുള്ള വൈരാഗ്യം ഇപ്പോഴും തീർന്നിട്ടില്ലല്ലേ? അതല്ല അച്ചായ, ഈ വർക്കിച്ചില്ലെങ്കിൽ ഈ ത്രേസ്യ കുട്ടി ഇല്ല. ഈ ത്രേസ്യ കുട്ടി ഇല്ലെങ്കിലോ? അതെനിക്കൊന്ന് ആലോചിക്കേണ്ടത്. അല്ല, നിങ്ങളുടെ കൂടെ ഇറങ്ങി വന്ന എനിക്ക് ഇത് തന്നെ വേണം. നിങ്ങൾക്കറിയോ, എന്നെ ചേച്ചിയെ ഒരേ കുടുംബത്തിലേക്ക് കെട്ടിച്ചു വിടണമെന്നായിരുന്നു എന്റെ അപ്പച്ചാവന്റെ അമ്മച്ചിയുടെ ആഗ്രഹം. അത് മതിയായിരുന്നു. അതാവുമ്പോ ഒരു കൂട് പോലെ നശിച്ചുള്ളായിരുന്നു. നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ പറയും, എനിക്കറിയാം. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ പോകുമ്പോഴേ ഒറ്റപ്പെടലിന്റെ വേദന നിങ്ങൾ മനസ്സിലാക്കുള്ളൂ. നീ ഇവിടെ ഇല്ലാത്തപ്പോഴും ഞാൻ ഒറ്റപ്പെടലിന്റെ സുഖമൊക്കെ ഞാൻ അനുഭവിച്ചറിയാറുണ്ട്. നമ്മുടെ മക്കളൊക്കെ വരാറായി. നമുക്ക് കട്ടിയുള്ള കേക്കൊക്കെ എടുത്തിട്ട് വാങ്ങി ഇവിടെ അപ്പച്ചൻ പോയില്ലേ? ഇല്ല. അപ്പൊ അമ്മച്ചി എന്താ പിന്നെ എന്തിനാ എമർജൻസി എന്ന് പറഞ്ഞ് വിളിച്ചു വരുന്നത്? ഇവിടെ കത്തിക്കാനായിട്ടൊരു എമർജൻസി ലാബ് അതുകൊണ്ട് വരാനില്ല. നിന്നോട് ഞാൻ പറഞ്ഞു. നീ ഒറ്റയ്ക്കാണ് ഇങ്ങോട്ട് വന്നത്. വെറോണിക്കനെ കൊണ്ടുവന്നില്ലേ? വെറോണിക്ക അവിടെ തിരക്കല്ലേ? എന്ത് തിരക്ക്? വെറോണിക്ക അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ? എന്ത് പഠിക്കുന്നു? അവർക്ക് ഒരു 10-16 ഭാഷ നമ്മൾ കൈകാര്യം ചെയ്യുള്ളൂ. 16 ഭാഷ അറിയാം. നിന്നെ സമ്മതിക്കണോട്ടാ. ഒറ്റ ഭാഷ അറിയാവുന്ന ഇവരുടെ മുമ്പിൽ ഞാൻ എങ്ങനെയാ പിടിച്ചിരിക്കണമെന്ന് എനിക്കറിയാം. 16 ഭാഷയിലൊക്കെ എനിക്ക് വിഷയമാ. അപ്പച്ചന്റെ മകള് എനിക്ക് ഒറ്റ ഭാഷയിൽ അറിയാവുള്ളൂ. അതെ, നിന്നെ വിളിച്ചു വരുത്തില്ല. അപ്പച്ചന്റെ അമ്മച്ചന്റെ 40ാമത്തെ വിവാഹവാർഷികമാണ്. അപ്പൊ എല്ലാവരും വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ കേക്കൊക്കെ കട്ട് ചെയ്ത് നമുക്ക് ഇന്നൊന്ന് ആഘോഷിക്കണം. ഓണക്കുട്ടിക്ക് പോലും അയ്യോ, വന്നു. എവിടെ? ഇതാണ് നിന്റെ ആങ്ങളെ കണ്ടു പഠിക്കുന്നത്. എന്താ പ്രശ്നം? അവരെ ഓഫീസിലാണ്. മൊത്തമൊന്നുമില്ല, ഫുട്പാത്ത് മാത്രം. അപ്പച്ചന്റെ അമ്മച്ചന്റെ 40ാമത്തെ വിവാഹവാർഷികമാണ്. അതൊന്നും മക്കളായിട്ടൊക്കെ ഞങ്ങൾക്ക് ആഘോഷിക്കുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട്. അതുകൊണ്ട് വിളിച്ചതാണ്. അപ്പൊ നമുക്ക് സമയം ഒട്ടും പാഴാക്കാൻ കേക്ക് മുറിക്കാം. കേക്ക് മുറിക്കാൻ പറയുന്നത് കേക്ക് തൊട്ട് പറയുക. ഫുഡിന്റെ പരിപാടി കഴിഞ്ഞില്ല.
കട്ടിക്കില്ല, കേക്ക് കട്ടിക്കില്ല. അന്ന് ഞങ്ങൾ കുറിക്കട്ടെ. സെന്ററിൽ നിൽക്കോ, ഇങ്ങനെ മാറി നിൽക്കോ, അടുത്ത് നിൽക്കാം. ദൈവത്തെ മുന്നോട്ട് ധ്യാനിക്കുക, കത്തിയെടുക്കുക, ഒരുമിച്ച് കത്തി പിടിക്കുക, 2 പീസ് കട്ട് ചെയ്യുക. ഒന്നുകൂടി 2 പേരും ഓരോ പീസ് കൈ എടുക്കും, 2 പീസും 2 കൈ എടുക്കും. പരസ്പരം നോക്കൂ. 40ാമത് വിവാഹ വാർഷികം ആഘോഷിക്കാൻ പോവുകയാണ്. പരസ്പരം ഈ 2 കേക്കുകളും അടുപ്പിക്കൂ. എന്നിട്ട് എന്റെ വായിലേക്ക് വെക്കും. ശരിയാണില്ലേ? നിങ്ങൾ പരസ്പരം ഈ കേക്ക് വായിലേക്കൂ. ഞാൻ ഇതെടുത്തോളാം. വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഈ വർക്കിച്ചായൻ അദ്ദേഹത്തെ കുറിച്ച് ഈ വേളയില്ല. അദ്ദേഹത്തെ കുറിച്ച് 2 വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അമേരിക്കയിൽ ലൈറ്റുണ്ട്. അമേരിക്കക്കാർ മൊത്തം അറിയട്ടെ. 40ാമത് വിവാഹ വാർഷികമാണ്. അവരുടെ ഒരു സന്തോഷമാകട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ ഈ മാന്യനെ ഈ വർക്കിച്ചിനെ പരിചയപ്പെടുന്നത് 1987 തന്നോ 70 അപ്പോൾ 1977 സമയത്ത് എന്നെ കാണാൻ വേണ്ടി പരിപാടിയിലേക്ക് ഈ വർക്കിച്ചെന്ന് പറഞ്ഞ ഈ മാന്യൻ കയറി വരികയുണ്ടായി. ഈ മാന്യൻ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ എനിക്ക് തോന്നി, എന്തൊരു മാന്യൻ, എന്തൊരു അധ്വാനി, എന്തൊരു തേജസ്. പക്ഷേ അന്ന് രാത്രി തന്നെ ഈ മാന്യൻ വെറും പകൽ മാന്യനാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം എന്റെ കപ്പത്തോട്ടത്തിൽ കയറി കോപ്പനാട്ടി വർക്ക് ചെയ്യുന്നവരാണ് അന്ന് ഞാനും കൂടി ഒരു വൈകുണ്ഠത്തിലൂടെ ഈ വർക്കിച്ചിനെ പിടിച്ചു തെങ്ങിൽ കെട്ടിയിട്ട് തല്ലി. പക്ഷേ നിങ്ങൾ വിചാരിക്കണം, ഞങ്ങൾ തല്ലി കഴിഞ്ഞു പോയപ്പോൾ ആ കെട്ടിട്ട് കെട്ടിയിട്ട് തെങ്ങിൽ കയറി കേൾക്കാത്തവരാണ്. മാന്യനായി 40 വർഷം ആഘോഷിക്കുന്ന ഈ വർക്കി പെരിച്ചാണിക്ക് ഞാൻ അനുശോചനം ഇതിലും വേറെ ഒരു നീട്ടെടുത്ത് എന്റെ തെങ്ങോക്കണം. അച്ഛൻ എന്റെ വീട്ടിലോട്ടൊന്ന് വരണം. എന്നാത്തിനോ? ഞാനൊരു പുതിയ പട്ടിയെ വാങ്ങിച്ചു. ഭർത്താവേ, സാധാരണ പുതിയ വണ്ടി മേടിക്കുമ്പോഴാണ് അച്ഛനെ വിളിക്കുന്നത് വെഞ്ചരിക്കാൻ. ഇത് പട്ടീനെ വിളിച്ചിട്ട് വെഞ്ചരിക്കാനോ? ശരി വരാം. പട്ടി കടിക്കുവോ? അല്ല, അത് കടിക്കുമെന്ന് അറിയാൻ വേണ്ടി അച്ഛൻ പറയാം. പട്ടീലേക്ക് കടിപ്പിക്കാനുള്ള പരിപാടിയാണ് ഞാൻ വരത്തില്ല. അപ്പഴേ അപ്പത്തിന് അമ്മച്ചിക്ക് എന്നാ ആഗ്രഹം വെച്ചാൽ പറഞ്ഞോ, എനിക്ക് സാധിച്ചു. നീ പറഞ്ഞോ. നമ്മുടെ കല്യാണം വീഡിയോയിലൊന്നും പിടിച്ചിട്ടില്ലല്ലോ. അപ്പൊ നമ്മുടെ കല്യാണം ഒന്ന് വീഡിയോയിൽ പിടിച്ചെനിക്കൊന്നും കാണണമെന്നൊരു ആഗ്രഹമുണ്ട്. അത്രേ. അതെ, നിങ്ങളുടെ അമ്മച്ചിക്ക് ഒരു ആഗ്രഹം. നിങ്ങളുടെ അമ്മച്ചിനെ ഞാൻ വിളിച്ചോട്ട് പോകുന്നതാണ്. അപ്പൊ അക്കാലത്ത് വീഡിയോ ക്യാമറയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങളുടെ കല്യാണം ഒന്നുകൂടി വീഡിയോ കൂടെ ഷൂട്ട് ചെയ്ത് ഞങ്ങൾക്കൊന്ന് കാണണം. സെക്ഷൻ 471, 326, 66 പറഞ്ഞ പോലെ കടങ്ങൾ എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് വിളിച്ചുകൊണ്ടാകുന്നു. ഇതങ്ങനെയല്ല, ഇവര് വീണ്ടും വിവാഹം കഴിക്കണം. ഞങ്ങൾ വിവാഹം കഴിച്ചേക്കുന്നതാണല്ലോ. അല്ല, അത് സാരമില്ല. രണ്ടാമത് വിവാഹം കഴിക്കണം. അതെ, ഇപ്പോഴത്തെ ബന്ധോ ഇപ്പോഴത്തെ ബന്ധം ഡിവോഴ്സ് ഒക്കെ നടക്കുമോ? പിന്നെ നടക്കും. ഇന്ന് രാവിലെ നടത്തിയിട്ടല്ലേ ആരുടെ അതെ, കഴിഞ്ഞ 32 വർഷമായിട്ട് ചതുപ്പിനുള്ള എന്റെ പാത്രം കൊണ്ടിരിക്കുക. 32 വർഷമായിട്ട് പാത്രം കൊണ്ടിരിക്കുന്ന പാത്രം കൊണ്ടിരിക്കുക. എന്നിട്ട് ഇന്നാണ് അവിടെ അല്ലെ, അതെ, ഈ അടുത്ത കാലത്താണ് മുന്നേ കിട്ടിയത്. ഡൈവോഴ്സ് ചെയ്തിട്ട് ഞങ്ങൾ രണ്ടാമത് കല്യാണം കഴിക്കണം. നടക്കണ കേസാണ് ഇത്. പെട്ടെന്ന് വീഡിയോ എടുക്കാം. വീഡിയോ എടുത്തോളോ? അന്ന് എന്താ ചെയ്യുന്നത് പറയും. അപ്പൊ അതിനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞേക്കാം. ഇവിടെ ഉടനെ എന്നെ കല്യാണം കഴിപ്പിക്കോ? ശരിയാണ്. വിഷു
സെക്ഷൻ 446 പ്രകാരം ആ. ലീഗലി യുവർ ഓണർ മൈ കക്ഷിക്കാരൻ ഈസ് നോട്ടക്കാർ കുറ്റക്കാരൻ മൈ കക്ഷിക്കാരൻ ഈസ് നോട്ടക്കാർ കുറ്റക്കാരൻ അതിപ്രകാരം ഈ സെക്കൻഡിൽ തന്നെ നിങ്ങൾ ഡൈവോഴ്സ് ആയി. എന്താ വിളിച്ചത്? അച്ഛാ എന്ന് വിളിക്കരുത്. ഇപ്പോൾ നിങ്ങൾ ഡിവോഴ്സ് ആയിരിക്കുകയാണ്. നിങ്ങളൊരു വേർതിരിച്ചിരിക്കുകയാണ്. അന്യ പുരുഷനാണ്, അന്യ സ്ത്രീയാണ്. അന്യ സ്ത്രീ അല്ലെങ്കിൽ അന്യ പുരുഷനെ അച്ഛാ എന്ന് വിളിക്കാൻ ഈ സഭ സമ്മതിക്കില്ല. ഡിവോഴ്സ് ആയി. ഇനി നിങ്ങൾ അടുത്തടുത്ത് നിന്നാൽ പോലും അത് അനാവശ്യമാണ്. അന്യ ആൾക്കാരുടെ ചീത്തപ്പൻ ഉണ്ടാക്കും അറിയാം. ഞങ്ങളുടെ അമ്മച്ചിയെ കിട്ടണമെങ്കിൽ ഞങ്ങളുടെ പെണ്ണ് ഇപ്പൊ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പെണ്ണ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെറുക്കനാണ്. അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളുള്ള ഒരാളാണ് ഞങ്ങളുടെ പെണ്ണ്. അതിന് ചേർന്നിരിക്കുന്ന കല്യാണമാണെങ്കിൽ നമുക്ക് ആലോചിക്കാം. ഒരു അമേരിക്കക്കാരന്റെ കുടുംബത്തിലുള്ള ഒരു ചെറുക്കാണ് ഇരുന്നത്. എന്ത് 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 തരം നിങ്ങൾ പെണ്ണുകൂട്ടുകാർ പെണ്ണുകൂട്ടുകാരൊക്കെ തരും. ചെറുക്കൻ എന്നാണെന്ന് പറഞ്ഞു എന്ത് പണമുണ്ടോ ഈ പെണ്ണ്? എനിക്കൊന്നും വേണ്ട, ഞങ്ങളെ കെട്ടിച്ചാ മതി. എന്നെ പോട്ടെന്നുള്ളത് ഇത്രയും നല്ല ചെറുക്കൻ അപ്പം കിട്ടാനാ? വീട്ടിൽ മൂത്ത് താഴ്ത്തോടെ ഞങ്ങൾ പിന്നെ കെട്ടി. ഒരുത്തന്റെ സഹായം ഞങ്ങൾ കെട്ടി. എന്നാണേലും നിങ്ങൾ എല്ലാം കഴിച്ച കാര്യങ്ങളൊക്കെ ശരി. ഇനി മക്കൾക്കുള്ള വീടാണെന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ തിരിച്ചു വന്നേരം അതെന്റെ മക്കളെ നടന്നത് ആർക്കൊക്കെ എങ്ങനെയൊക്കെ ഉള്ളതൊന്നും പറഞ്ഞുതരാം. ഞങ്ങൾ എന്തായാലും രണ്ടാമത് കെട്ടിയതാണല്ലോ. അപ്പോ ഇനി ഞങ്ങൾക്ക് കുട്ടികളുണ്ടാവുമ്പോ ആ മക്കൾക്ക് ഞങ്ങൾ ആ സ്വത്തുകൾ മുഴുവൻ കൊടുത്തേക്കാം.